ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പായസക്കൊതി കേട്ടാലോ. ഇന്ന് അമ്പിക്ക് സ്കൂൾ ഉച്ച വരെയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്കൂൾ വിട്ട് വന്നതും തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു വാശി, അമ്പിക്ക് പായസം കുടിക്കണം എന്നുള്ളത്. ഇവിടെയാണെങ്കിലോ സേമിയവും പാലടയും ഒന്നും സ്റ്റോക്ക് ഇരിക്കുന്നില്ലേന്. വീട്ടിൽ നിന്ന് അമ്മ ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് പറയും, ഇവിടെ ഒരാൾ പായസത്തിന് വാശി പിടിക്കുന്നുണ്ട് എന്നത്. അത് കേട്ട പതി കേൾക്കാത്ത പതി അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പായസം റെഡി ആയിട്ടുണ്ട്, നീ വേഗം വഴിയിലേക്ക് വായോ എന്നുള്ളത്. ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ഇതാണ് നമ്മുടെ അമ്മമാരുടെ അടുത്ത് നമ്മളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പറയുന്ന സമയം കൂടി നമ്മുടെ കൺമുന്നിൽ എത്തൂട്ടോ. അപ്പോൾ അതാണ് അവരുടെ സന്തോഷം അല്ലേ. വീട്ടിൽ കല്ലൂസ് നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. 1 മണിക്കൂർ കഴിയാതെ അവൾ നീക്കില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് എത്താൻ ഒരു 10 മിനിറ്റ് ഒന്നും തികച്ച് വേണ്ട, കാരണം അമ്മ പകുതിയിലേക്ക് എത്താമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കല്ലൂസ് അമ്പി നോക്കാന്നുള്ള ഒരു പ്രോമിസ് പ്രകാരം ഞാൻ വേഗം ഓടി വന്നു. അങ്ങനെ പായസമൊക്കെ മേടിച്ചിട്ട് അമ്മ അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പുതിയ കൊട മേടിച്ചതും ചെരുപ്പ് മേടിച്ചതും ഒക്കെയാണ് കാണിച്ചു തരുന്നുണ്ടായിരുന്നത്. അങ്ങനെ പായസം മേടിച്ച് നമ്മളെ ഇതാ പായസക്കൊതിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഇതാ വീട്ടിലെത്തി. അയ്യോ, കൊതി മൂത്ത് കുട്ടി സങ്കടമൊക്കെ വന്നിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ കല്ലൂസ് നീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് വെച്ച പായസം ആയതുകൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും കിട്ടിയില്ല എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ പായസം കുടിക്കാൻ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി കല്ലൂസ് ഉറങ്ങി നീച്ചിട്ട് വേണം കല്ലൂസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.